54 പേരെ വന്നുള്ളൂ, ഇനിയും കിടക്കുവാണ്. ഓൾമോസ്റ്റ് 17 അല്ലെങ്കിൽ 18,000 പേര് ഇനിയും കിടക്കുവാണ്. അപ്പൊ കാര്യങ്ങളുടെ പോക്കിൽ ട്രംപ് അത്ര ഹാപ്പി അല്ല. അപ്പൊ ടോം ഹോമൻ എന്ന് പറയുന്ന ട്രംപിന് വിശ്വസ്തനാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ശകാരിച്ചു. ട്രംപ് പറഞ്ഞു യു ഹോൾ നീഡ് ഹാവ് പ്ലാൻ. ഈ ടോം ഹോമൻ താഴെ കൊടുത്തിരിക്കുന്ന ന്യൂസ് പറയുന്നത് റെയ്ഡ് ശക്തമാക്കുക. ഓക്കെ, ടിപ്പ് ഓഫിന് വെയിറ്റ് ചെയ്യണ്ട, നേരെ പോവുക. അതായത് ഈ പറഞ്ഞ ട്രാഫിക് ലൈറ്റുകളിൽ നിർത്തുക, ആളുകളുടെ ID ചെക്ക് ചെയ്യുക, നിരത്തി കാണുന്നു. അതായത് ഈ ഇലീഗൽസ് കൂടുതലായി താമസിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള ന്യൂയോർക്ക്, ഷിക്കാഗോ, കാലിഫോർണിയ, അവിടെയൊക്കെ നിരത്തിലിറങ്ങി പൊക്കാൻ തന്നെയാണ് ട്രംപ് പറയുന്നത്. കാരണം ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷെ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്കായിരിക്കും ഈ പറയുന്ന കോലാഹലം. അത് കഴിഞ്ഞാൽ ഇതൊരു അവസാനിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ട്രംപ് അങ്ങനെയല്ല, ട്രംപ് പുറത്താക്കാൻ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ശുഭസൂചനയല്ല. കാരണം അമേരിക്കൻ ഇക്കോണമിക്കും അതോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന ഇലീഗൽസിനും ഒരു ശുഭസൂചനയല്ല ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വാർത്തകൾ. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് മൂലം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അമേരിക്കയിൽ ചില്ലറയല്ല. കാരണം വർക്ക് ഫോഴ്സ് റെഡ്യൂസ് ആയിരിക്കുകയാണ്. അമേരിക്കയിലെ പല നഗരങ്ങളിലും പ്രേത നഗരങ്ങൾ പോലെ ആയിരിക്കുകയാണ്. ഷിക്കാഗോ, ന്യൂയോർക്ക്, ഇവിടെയൊന്നും പുറത്ത് ആളുകളില്ല. കോവിഡ് സമയത്ത്, പാൻഡമിക് സമയത്ത് പോലെയാണെന്നാണ് പലരും പറയുന്നത്. കാരണം കട തുറന്നാൽ ആളുകൾ വരുന്നില്ല. കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. പല കുട്ടികളും സ്കൂളുകളിലേക്ക് പോകുന്നില്ല. കാരണം സ്കൂളുകളിൽ പോയി സ്കൂളിൽ റെയ്ഡ് വന്നു. നിയമപ്രകാരം റെയ്ഡ് പാടില്ല. പക്ഷെ ഐസ് ഏജന്റുമാര് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് സ്കൂളുകളിൽ ചെന്ന് കുട്ടികളെ വെരിഫൈ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ കുട്ടികളിൽ കൂടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാരണം പല മാതാപിതാക്കന്മാരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നില്ല പല നഗരങ്ങളിലും. സ്പെസിഫിക്കലി ഈ പറഞ്ഞ ഷിക്കാഗോ, കാലിഫോർണിയ, അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ഇലീഗൽസ്, അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള അമേരിക്കൻസ് അല്ല മെക്സിക്കൻസ് ഒക്കെ പാർക്കുന്നത്, സ്പാനിഷുകാർ. അപ്പം സ്കൂളുകൾ